2 ശമൂവേലിന്റെ പുസ്തകം 20-ാം അധ്യായം. എന്നാൽ ബെന്യാമീനനായി ബിക്രിയുടെ മകനായ ഷേബ എന്നു പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കാഹളമൂതി, ദാവീദിങ്കൽ നമുക്ക് ഓഹരിയില്ല, യിശ്ശായിയുടെ മകങ്കൽ അവകാശവുമില്ല, ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലൊക്കെ ദാവീദിനെ വിട്ട് പിന്മാറി ബിക്രിയുടെ മകനായ ഷേബയുടെ പക്ഷം ചേർന്നു. യഹൂദാ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി യെരൂശലേം വരെ തങ്ങളുടെ രാജാവിനോട് ചേർന്ന് നടന്നു. ദാവീദ് യെരൂശലേമിൽ അരമനയിലെത്തി. അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ചിരുന്ന 10 വെപ്പാട്ടികളെയും രാജാവ് അന്തഃപുരത്തിലാക്കി രക്ഷിച്ചുവെങ്കിലും അവരുടെ അടുക്കൽ ചെന്നില്ല. അങ്ങനെ അവർ ജീവപര്യന്തം കാവലിരുന്ന് വൈധവ്യം ആചരിച്ചു. അനന്തരം രാജാവ് അമാസയോട്, നീ 3 ദിവസത്തിനകം യഹൂദാ പുരുഷന്മാരെ വിളിച്ചുകൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യഹൂദാ പുരുഷന്മാരെ വിളിച്ചുകൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച അവധിയിലധികം അവൻ താമസിച്ചുപോയി. എന്നാറെ ദാവീദ് അബീശായിയോട്, അബ്ശാലോം ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ഷേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവൻ ഉറപ്പുള്ള വല്ല പട്ടണത്തിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ യജമാനന്റെ ചേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോവാബിന്റെ ആളുകളും ക്രേത്യരും പ്ലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടരുവാൻ യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബെയോനിലെ വലിയ പാറയുടെ അടുക്കലെത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. എന്നാൽ യോവാബ് ധരിച്ചിരുന്ന പടയങ്കിമേൽ ഒരു കച്ചയിൽ ഉറയോടുകൂടെ ഒരു വാൾ അരക്കി കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അത് വീണുപോയി. യോവാബ് അമാസയോട്, സഹോദര, സുഖം തന്നെയോ എന്ന് പറഞ്ഞു. അമാസയെ ചുംബനം ചെയ്യുവാൻ വലത് കൈകൊണ്ട് അവൻ്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോവാബിൻ്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചുപോയി. യോവാബും അവൻ്റെ സഹോദരനായ അബീശായും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടർന്നു. യോവാബിൻ്റെ ബാല്യക്കാരിൽ ഒരുത്തൻ അതിനരികെ നിന്നുകൊണ്ട് യോവാബിനോട്, ഇഷ്ടമുള്ളവനും ദാവീദിൻ്റെ പക്ഷക്കാരനും യോവാബിൻ്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അമാസ വഴിനടുവിൽ രക്തത്തിൽ മുഴുകി കിടന്നതുകൊണ്ട് ജനമൊക്കെ നിൽക്കുന്നെന്ന് കണ്ടിട്ട് അവൻ അമാസയെ വഴി നിന്ന് വയലിലേക്ക് മാറ്റി. അവിടെ എത്തുന്നവനെല്ലാം നിൽക്കുന്നെന്ന് കാണുക കൊണ്ട് അവനൊരു വസ്ത്രം അവൻ്റെ മേലിട്ടു. അങ്ങനെ പെരുവഴിയിൽ നിന്ന് മാറ്റിയ ശേഷം എല്ലാവരും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടരുവാൻ യോവാബിൻ്റെ പിന്നാലെ പോയി. എന്നാൽ ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും കൂടി കടന്ന് ആബേലിലും ബേത്ത്മാഗയിലും എല്ലാ ബേര്യരുടെ അടുക്കലും ചെന്നു. അവരും ഒന്നിച്ചു കൂട്ടി അവൻ്റെ പിന്നാലെ ചെന്നു. മറ്റവർ വന്ന് ബേത്ത്മാഗയോട് ചേർന്ന് ആബേലിൽ അവനെ നിരോധിച്ച് പട്ടണത്തിനു നേരെ വാടകോരി. അത് കിടങ്ങിൻ്റെ വക്കത്തായിരുന്നു. യോവാബിന് കൂടെയുള്ള എല്ലാ പടച്ചനവും അതിൽ തള്ളിയിടുവാൻ തക്കോണം ഇടിച്ചു തുടങ്ങി. അപ്പോൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീ, കേൾപ്പീൻ കേൾപ്പീൻ, ഞാൻ യോവാബിനോട് സംസാരിക്കണം, ഇവിടെ അടുത്തു വരുവാൻ അവനോട് പറവീനെന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അടുത്തു ചെന്നപ്പോൾ സ്ത്രീ, നീ യോവാബോ എന്ന് സ്ത്രീ ചോദിച്ചു. അതെ എന്നവൻ പറഞ്ഞു. അവൾ അവനോട്, അടിയൻ്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാമെന്ന് അവൻ പറഞ്ഞു. എന്നാറെ അവൾ ആബേലിൽ ചെന്ന് ചോദിക്കണമെന്ന് പണ്ടൊക്കെ പറയുകയും അങ്ങനെ കാര്യം തീർക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഞാൻ ഇസ്രായേലിൽ സമാധാനവും വിശ്വസ്തയുമുള്ളവരിൽ ഒരുത്തിയാകുന്നു. നീ ഇസ്രായേലിൽ ഒരു പട്ടണത്തെ, ഒരു മാതാവിനെ നശിപ്പിപ്പാൻ നോക്കുന്നു. നീ യഹോവയുടെ അവകാശം മുടിച്ചു കളയുന്നത് എന്തെന്ന് പറഞ്ഞു. അതിന് യോവാബ്, മുടിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുവാൻ എനിക്കൊരിക്കലും സംഗതിയാകരുതേ. കാര്യം അങ്ങനെയല്ല. ബിക്രിയുടെ മകനായ ഷേബ എന്നൊരു എഫ്രയീം മലനാട്ടുകാരൻ ദാവീദ് രാജാവിനോട് മത്സരിച്ചിരിക്കുന്നു. അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി, ഞാൻ പട്ടണത്തെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. സ്ത്രീ യോവാബിനോട്, അവൻ്റെ തല മതിലിൻ്റെ മുകളിൽ നിന്ന് നിൻ്റെ അടുക്കൽ ഇട്ടു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ചെന്നു തൻ്റെ ജ്ഞാനത്താൽ സകല ജനത്തെയും സമ്മതിപ്പിച്ചു. അവർ ബിക്രിയുടെ മകനായ ഷേബയുടെ തല വെട്ടി യോവാബിൻ്റെ അടുക്കൽ ഇട്ടുകൊടുത്തു. അപ്പോൾ അവൻ കാഹളമൂതി എല്ലാവരും പട്ടണം വിട്ട് വീടുകളിലേക്ക് പോയി. യോവാബ് യെരൂശലേമിൽ രാജാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയി. യോവാബ് ഇസ്രായേൽ സൈന്യത്തിനെയൊക്കെയും അധിപതിയായിരുന്നു. യഹോയാദയുടെ മകനായ ബെനയാവ് ക്രേത്യരുടെയും പ്ലേത്യരുടെയും നായകനായിരുന്നു. അദോരാം ഊഴിയവേലക്കാർക്ക് മേൽ വിചാരകൻ. അഹീലൂദിൻ്റെ മകനായ യഹോഷാഫാത്ത് മന്ത്രി. ഷെവ രായസക്കാരൻ. സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ. യായീര്യനായ ഈരയും ദാവീദിൻ്റെ പുരോഹിതനായിരുന്നു.